പാകിസ്ഥാനുമായി കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെള്ളം മാത്രമല്ല, ഈ വ്യാപാരമില്ലെന്നും അതായത് ഇന്ത്യയുമായി വ്യാപാരമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടം തന്നെയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഉള്ള ഉഭയകക്ഷി കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന വ്യാപാര സംബന്ധമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നിലക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്തിരുന്നത് പാകിസ്ഥാന് ലഭിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് കുറക്കും എന്നുവെച്ചാൽ വെള്ളത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ വെള്ളം കൂടി മുട്ടിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, വെള്ളം കൂടി മാത്രമല്ല, നിത്യോപയോഗ വസ്തുക്കളും അതേപോലെ തന്നെ അവർക്ക് ലഭ്യമല്ലാത്തതായിട്ടുള്ള സാഹചര്യം വരും. നേരത്തെ പുൽവാമ ആക്രമണമൊക്കെ കഴിഞ്ഞ സമയത്താണ് ഇതേപോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള വ്യാപാര ഉടമ്പടികൾ ഏതാണ്ട് അവസാനിക്കുകയും രണ്ട് രാജ്യം തമ്മിൽ യാതൊരു കച്ചവടമില്ലാത്തൊരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നു. പക്ഷേ പിന്നീട് രണ്ട് രാജ്യങ്ങളുടെയും ആവശ്യം, എല്ലാ രാജ്യങ്ങൾക്കും പരസ്പരം കച്ചവടം നടത്തേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ ഒരു ലോകം എന്ന് പറയുന്നത് ആഗോളമായി രൂപപ്പെട്ട് കിടക്കുന്ന ഒരു ലോകമാണ്. പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷന് ശേഷം എല്ലാ കാര്യങ്ങളിലും എല്ലാ രാഷ്ട്രങ്ങളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്ത രണ്ട് രാജ്യങ്ങൾ എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല വസ്തുക്കളും കൈമാറ്റം ചെയ്യേണ്ടത് ആവശ്യമാണ്. അവിടെ നിന്ന് ഒരുപാട് വസ്തുക്കൾ ഇന്ത്യയിലേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ സ്ഥലത്ത് നിന്ന് ഒരുപാട് വസ്തുക്കൾ പാകിസ്ഥാനും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇനി രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാരവും നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നുവെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു കാര്യത്തിൽ എടുത്ത നിലപാട് പോലെ നിത്യോപയോഗ വസ്തുക്കളുടെ കാര്യത്തിലും ഇന്ത്യ നിലപാട്, കാരണം രണ്ട് മേഖലകൾ വഴിയായിരുന്നു സാധാരണ രീതിയിൽ വാണിജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് വാഗ അതിർത്തി വഴി, അട്ടാരി അതിർത്തി വഴിയുള്ള കച്ചവടം. രണ്ടാമത്തത് കറാച്ചി തുറമുഖം വഴിയുള്ള കച്ചവടമായി. രണ്ടും പൂട്ടി ശരിക്കും പറഞ്ഞു. അതിന്റെ കണക്കുകൾ പറഞ്ഞാൽ വാഗ അട്ടാരി അതിർത്തി പാത ഇരു രാജ്യങ്ങളും അടച്ചതിന് പിന്നാലെ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാര ഇടപാടുകൾ പൂർണ്ണമായും നിർത്തിവെക്കുകയാണെന്ന് പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഏറെക്കുറെ നിലച്ച ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധം 2021 ശേഷമാണ് ഭാഗികമായെങ്കിലും മെച്ചപ്പെട്ടത്. 2021 ശേഷം, അതായത് കോവിഡ് കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാര ബന്ധത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായത് 2019 അതായത് ഫെബ്രുവരിയിലെ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുള്ള അഭിമത രാഷ്ട്ര, അതായത് MFN പദവി ഇന്ത്യ പിൻവലിക്കുകയും അവിടെ നിന്നുള്ള ഇറക്കുമതിക്ക് 200% തീരുവ ചുമത്തുകയും ചെയ്തു. കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുങ്കം സംബന്ധിച്ച ആനുകൂല്യങ്ങൾ ഇതോടെ പാകിസ്ഥാന് നഷ്ടമായി. ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാന പദവി ഒഴിവാക്കാനുള്ള നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ പശ്ചാത്തലത്തിൽ 2019 ഓഗസ്റ്റിലാണ് ഉഭയകക്ഷി വ്യാപാരം നിർത്തിവെക്കാൻ പാകിസ്ഥാൻ ഏകപക്ഷീയമായി തീരുമാനിച്ചത്. മെഡിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് ഇളവുണ്ടായിരുന്നത്, അതായത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യമായതുകൊണ്ട്. ഇതിന് പിന്നാലെ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതി ഏറെക്കുറെ 60% ഇടിഞ്ഞു. പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിയിലുണ്ടായത് 97% ഇടിവാണ്. 2021 ആഭ്യന്തര വിലക്കയറ്റം മൂലമാണ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത്. പഞ്ചസാരയും പരുത്തിയും ഇറക്കുമതി ചെയ്യാനും അന്ന് തീരുമാനമായിരുന്നു. തുടർന്ന് പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ കാര്യമായ വർധനവുണ്ടായി. 2023-24 9,863 കോടി രൂപയുടെ കയറ്റുമതി നടന്നു. അതേസമയം പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി കാര്യമായി ഇടിഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 3.56 കോടിയുടെ ഇറക്കുമതി മാത്രമാണ് നടന്നത്. അട്ടാരി വാഗ അതിർത്തി കറാച്ചി തുറമുഖവുമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് പ്രധാന വ്യാപാര റൂട്ടുകൾ. ഇതിൽ അട്ടാരി വാഗ അതിർത്തി ഇരു രാജ്യങ്ങളും കഴിഞ്ഞ ദിവസം അടച്ചു. ഈ സംഭവത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാരം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം കേന്ദ്ര സർക്കാരിന് ഒരേ ഒരു മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉഭയകക്ഷി വ്യാപാരം പുനരാരംഭിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം പാകിസ്ഥാനാണ്. അതേ പാകിസ്ഥാനാണ് ഇന്നലെ ഇന്ത്യയുമായി ഇനി വ്യാപാരമില്ലെന്ന് പ്രഖ്യാപിച്ചത്. മറ്റ് രാജ്യങ്ങളിലൂടെ റീറൂട്ട് ചെയ്തു വരുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും പാകിസ്ഥാൻ സ്വീകരിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഓർഗാനിക് കെമിക്കലുകൾ, ഫാർമ ഉൽപ്പന്നങ്ങൾ, പരുത്തി, പഞ്ചസാര, മധുര പലഹാരങ്ങൾ തുടങ്ങിയവയാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കാര്യമായി കയറ്റി അയക്കുന്നത്. ചില തുണിത്തരങ്ങൾ, ഉപ്പ്, സൾഫർ, കുമ്മായം, ചെമ്പ്, തുകൽ തുടങ്ങിയവയാണ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് തീർത്തും കുറഞ്ഞ അളവിൽ എത്തിയിരുന്നത്. അപ്പോൾ ഇത് ഈ വർഷം നമുക്ക് 5 വർഷത്തിനിടെ ഇന്ത്യ പാകിസ്ഥാൻ വ്യാപാരത്തിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ 2020-21 കയറ്റുമതി 2,415 കോടി രൂപ, ഇറക്കുമതി 17.69 കോടി രൂപ. 2021-22
അത് കൂടി 3831 കയറ്റുമതി, 3831 കോടി രൂപ കയറ്റുമതിയും 18.91 ഇറക്കുമതിയും. 2022-23 പരിശോധിച്ചാൽ 5019, അതായത് വളരെ കൂടിയൊരു നിരക്ക്, 5019 കോടി രൂപയ്ക്ക് കയറ്റുമതി നടത്തി, 157 കോടി രൂപയ്ക്കാണ് ഇറക്കുമതി നടത്തിയിരിക്കുന്നത്. 2023-24 എത്തിയാലോ 9863 കോടി രൂപയ്ക്ക് കയറ്റുമതി നടത്തിയപ്പോൾ 23.82 കോടി രൂപയ്ക്കുള്ള ഇറക്കുമതിയെ നടന്നിട്ടുള്ളൂ. 2024-25 ഏറ്റവും പുതിയത് വളരെ കുറഞ്ഞു പോയി, 3764 കോടി രൂപ മാത്രമാണ് കയറ്റുമതി നടത്തിയത്, 3.56 കോടി രൂപ മാത്രമാണ് ഇറക്കുമതി നടത്തിയത്. അപ്പോൾ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് കുറയുന്നതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നമ്മളും അവരും തമ്മിലുള്ള കയറ്റുമതി ഇറക്കുമതി അതൊരു ബാലൻസിങ് പ്രോസസ്സിലേക്ക് പോയാൽ രണ്ട് രാഷ്ട്രങ്ങൾക്കും വളരെ മെച്ചപ്പെട്ട കാര്യമായി. പക്ഷേ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഒരിക്കലും അത് നടത്താനായിട്ട് ഇന്ത്യ തയ്യാറാവില്ല, പാകിസ്ഥാനും തയ്യാറാവില്ല. അത് വളരെ കടുത്ത ശത്രുതയുടെ തലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പല ഉൽപ്പന്നങ്ങളും, ഇന്ത്യ ഉൽപ്പന്നങ്ങൾ റീറൂട്ട് ചെയ്ത് പാകിസ്ഥാനിലെത്താനുള്ള വഴിയുണ്ട്. എന്നുവെച്ചാൽ നമ്മൾ നേരിട്ട് കൊടുക്കണ്ട, വേറെ രാജ്യങ്ങൾ കൊടുത്തിട്ട് ആ രാജ്യങ്ങൾ വഴി അവർക്ക് അതുപോലും വേണ്ടെന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളോട് തികച്ചും അവഗണന, അത് നിരാകരിക്കൽ, അത് പാകിസ്ഥാന്റെ ഒരു നയമായി മാറി. ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ന് കണ്ടാൽ ഇന്ത്യയുടെ ഏഴയലത്ത് പോലും വേണ്ട എന്ന നിലപാടെടുക്കുകയും ചെയ്യും. ഈ കടുത്ത ശത്രുതയുടെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെ ഈ നിരപരാധികളായ മനുഷ്യരെ വെടിവെച്ച് കൊല്ലുകയും അവരുടെ ഹൃദയം തുളച്ച് രക്തം തെറിപ്പിക്കുകയും ചെയ്ത സംഭവം തന്നെയാണ്. അതിനോട് ഒരു വിട്ടുവീഴ്ചയും ഒരു കാരണവശാലും ഇന്ത്യക്ക് ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് വെള്ളമായാലും നിത്യോപയോഗ സാധനങ്ങളായി കഴിഞ്ഞാലും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടതില്ല എന്നതാണ് പൊതുവെ ഇന്ത്യൻ തീരുമാനം. ഈ നയതന്ത്ര സമീപനം എന്ന് പറയുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ പിന്നീട് വിദഗ്ധന്മാർ തീരുമാനിക്കും. പക്ഷേ വൈകാരികമായിട്ട് ഇപ്പോൾ ആ നിലപാടിനായിരിക്കും കൂടുതൽ സപ്പോർട്ട് ലഭിക്കാനായിട്ടുള്ള സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവെ ഇന്ത്യക്കാരൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. യുദ്ധം ഉണ്ടാകുന്ന സമയത്തൊക്കെ എപ്പോഴും അങ്ങനെയാണ്. ഞങ്ങളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാനെതിരെ എത്രയോ രൂക്ഷമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചാണ് നമ്മൾ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. എപ്പോഴും വളരെ വേറിട്ട രീതിയിൽ നമ്മളുടെ ഒരു പേട്രിയോട്ടിസം, ദേശസ്നേഹം പ്രകടമാക്കാനായിട്ട് മനുഷ്യരൊക്കെ തയ്യാറാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം അടിസ്ഥാനപരമായി അത് തന്നെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതെ. മറ്റൊന്ന്, ഇപ്പോൾ ഈ വെള്ളം ഇവർക്ക് ഇല്ലാതായി. ഇനിയിപ്പോൾ ഇത്തരത്തിൽ ഈ കയറ്റുമതി ഇറക്കുമതി ഇല്ലാതാകുന്നതോടെ പാകിസ്ഥാൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അവരുടെ വികസനം, പൊതുവേ അവർ 10-20 വർഷമായിട്ട് അവരുടെ വികസനത്തിലൊക്കെ ഏറെ പിന്നിലാണ്. ഇനി അങ്ങോട്ട് അവരുടെ ജീവിതം കൂടുതൽ കടുക്കും. ഒപ്പം തന്നെ പരസ്പരമുള്ള വിദ്വേഷം കൂടുകയും വംശീയമായ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരാഗ്യം കൂടിയിട്ട് അത് മറ്റൊരു തലത്തിലേക്ക് മാറാനുള്ള സാധ്യതയില്ല. അല്ല, പാകിസ്ഥാൻ കൂടുതൽ തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുന്നത്. കാരണം സാമ്പത്തികമായിട്ട് അവർ വലിയ കുഴപ്പത്തിലാണ് നേരത്തെ. ഇപ്പോൾ നമുക്കറിയാം, കുറച്ച് ആളുകൾ മുമ്പാണ് ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനകത്ത് പല സ്ഥലത്തും ആക്രമണങ്ങളൊക്കെ നടത്തിയത്. അത്ര ദുർബലമാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സമയത്താണ് സ്വാതന്ത്ര്യം നേടുന്നത്. പക്ഷേ ഇന്ത്യ ജനാധിപത്യ രീതിയിൽ സഞ്ചരിച്ചപ്പോൾ പാകിസ്ഥാൻ പട്ടാള മേധാവിത്വത്തിലും ഏകാധിപത്യത്തിലുമാണ് അവരുടെ ഭരണകൂടങ്ങളെ കൊണ്ട് കെട്ടിവെച്ചത്. അതിൻ്റെ ദുരന്തം അവർ തുടർന്ന് അനുഭവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മാറണമെങ്കിൽ ആ രാജ്യം ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലേക്ക് പുനർനിർമ്മിക്കപ്പെടുകയും പട്ടാളത്തിൻ്റെയും അതുപോലെ തീവ്രവാദികളുടെയും ആവാസ രാജ്യം എന്നുള്ള അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ ഒരവസ്ഥ എന്ന നിലക്കുള്ള അതിൻ്റെ നിലനിൽപ്പ് അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടി വരും. തീവ്രവാദികളെ ഇല്ലാതാക്കിയാൽ മാത്രമാണ് പാകിസ്ഥാനെ ഒരു സാധാരണ രാഷ്ട്രമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും. അതില്ലെങ്കിൽ അതിനകത്തുള്ള ശത്രുത വർദ്ധിക്കും, അവർ തമ്മിൽ പരസ്പരം കൊല്ലും. അങ്ങനെ നിരന്തരം കൊല്ലുന്ന ഒരു പ്രദേശം കൂടിയായിട്ടത് വേണമെങ്കിൽ മാറാം.